കേരളത്തിലെ ഇടതുപക്ഷം, പ്രത്യേകിച്ച് CPM മാർക്സിസ്റ്റ് പാർട്ടി, അതിൻ്റെ അടവു നയത്തിൽ കാലോചിതമായ മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെയെല്ലാം ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ അഭിമുഖീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സാമുദായിക സംഘടനകളുടെ പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്ന ഒരു പ്രവണത നമ്മെ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. CPM എന്ന പാർട്ടി ചരിത്രപരമായിട്ട് ഈഴവൻ്റെ പാർട്ടി എന്നാണ് കേരളത്തിൽ അറിയപ്പെടുന്നത്. ആഗോളതലത്തിൽ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിൻ്റെ പാർട്ടി, തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടി എന്നൊക്കെ കമ്മ്യൂണിസവും മാർക്സിസവും സോഷ്യലിസവും ഒക്കെ അറിയപ്പെടുന്നതാണ്. ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ തുറന്നു കാട്ടാൻ ആഗ്രഹിക്കുന്നത്. മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പേ ഹിന്ദു പത്രത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, മലപ്പുറം ജില്ലയിൽ ഒരു പ്രത്യേക സമുദായത്തിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവിടെ കള്ളക്കടത്ത് നടക്കുന്നു. അതിനു പിന്നാലെ പി ജയരാജൻ തീവ്രവാദത്തെക്കുറിച്ചും വടക്കൻ മലബാറിലും ഒരു സമുദായവും ഇസ്ലാമിക സമുദായവുമായിട്ട് ബന്ധപ്പെട്ട തീവ്രവാദത്തെക്കുറിച്ചും അദ്ദേഹം പ്രതിപാദിക്കുകയുണ്ടായി. അതിൻ്റെ അവസാന കണ്ണി എന്ന പോലെയാണ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ കഴിഞ്ഞ ദിവസങ്ങളിൽ MEC7 ഒരു വ്യായാമത്തിന് വേണ്ടിയുള്ള ഒരു സംഘടനയാണ്. ആ സംഘടനയ്ക്കുള്ളിൽ അതിൻ്റെ 2 വാട്സപ്പ് ഗ്രൂപ്പുകൾ നിയന്ത്രിക്കുന്നത് PFI, മുന്ന് നിരോധിക്കപ്പെട്ട PFI തീവ്രവാദി സംഘടനയിലെ വ്യക്തികളാണ് ഇതിലെല്ലാം നുഴഞ്ഞു കയറിയിരിക്കുന്നതെന്നും അവരുടെ താല്പര്യങ്ങളും അവരുടെ പദ്ധതികളും എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് പി മോഹനൻ മാസ്റ്ററിന് സംശയമുണ്ടത്രേ. ഇത്രയും വലിയ ഇടതുപക്ഷത്തിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ഇസ്ലാമിക തീവ്രവാദത്തെക്കുറിച്ച് ഈ അടുത്ത കാലഘട്ടങ്ങളിൽ പ്രതിപാദിക്കുന്നത് എന്തുകൊണ്ടാണെന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ CPMൻ്റെ അടവ് നയം എന്ന മാതിരി ഈ കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകൾ ധ്രുവീകരണം സംഭവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ വോട്ടുകൾ ഉന്നം വെച്ചാണോ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് പാർട്ടിയെ പോലെ തന്നെ പ്രീണന നയവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്ന ഇടതുപക്ഷം, അതല്ലെങ്കിൽ CPM, ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവനകളുമായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്? ഇനി നമ്മൾ MEC7 കുറിച്ച് പ്രതിപാദിക്കുമ്പോൾ, MEC7 എന്ന് പറയുന്നത് 2012 മുതൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നൊരു സംവിധാനമാണ്. അത് തീർത്തും ജാതി മത ലിംഗവിവേചനങ്ങൾക്ക് അതീതമായിട്ട് പലരും സംഘടിച്ച് വ്യായാമം ചെയ്യുക മാത്രമാണ് എന്നതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ, അതല്ലെങ്കിൽ ഈ MEC7 ഇതിനെപ്പറ്റി നമ്മളോട് പുറമേക്ക് പറയുന്ന കാര്യം വെറും വ്യായാമത്തിന് വേണ്ടിയാണെന്നാണ്. എന്നാൽ നമ്മൾ മുൻകാലങ്ങളിലെ നമ്മുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സിമി എന്നും അതിനെ നിരോധിച്ച ശേഷം PFI എന്നൊക്കെ പറഞ്ഞു വരുന്ന പേരുകളിൽ നമ്മളിൽ ഭീതി ഉളവാക്കുന്നു. ഒരു കാലഘട്ടത്തിൽ വാഗമണ്ണ്, കനകമല പോലെയുള്ള ഇടങ്ങളിൽ നായ്ക്കളെ വെട്ടി പരിശീലനം നേടി അത് പിന്നീട് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്കാണെന്നാണ് ഇന്ത്യയുടെ പല സർക്കാർ ഏജൻസികളും നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇവർ PFI പോലെയുള്ള സംഘടനകൾ വാഗമണിലും കനകമലയിലും ട്രെയിനിങ് ക്യാമ്പുകൾ നടത്തുകയും പിന്നീടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് അത് ഉപയോഗിക്കപ്പെടുമെന്ന് ഈ NIA, അതല്ലെങ്കിൽ ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളൊക്കെ പലപ്പോഴും ലോ എൻഫോഴ്സ്മെൻറ്റ് നിയമപാലകരൊക്കെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഈ MEC7 വിശ്വസിക്കണം? കാരണം അതിൻ്റെ വക്താക്കളും പ്രത്യേകിച്ച് ഇസ്ലാമിക വിഭാഗത്തിൽപ്പെട്ട പ്രമുഖരും വന്നിട്ട് പറയുന്നത് അതിന് അത്രമാത്രം പ്രാധാന്യം നൽകേണ്ടതില്ല. അത് പി മോഹനൻ മാസ്റ്ററുടെ വെറും രാഷ്ട്രീയം, അതുമല്ലെങ്കിൽ അതിലുപരിയായിട്ട് വേറെ ഒന്നുമില്ല എന്ന് തന്നെയാണ് ഈ പലതരത്തിലുള്ള ഈ സമുദായത്തിൽപ്പെട്ടവർ വന്ന് ന്യായീകരിക്കുന്നതും നമ്മുടെ അറിവിലേക്കായിട്ട് നൽകുന്ന വിവരവും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ ചരിത്രത്തിൽ നിന്ന് നോക്കുമ്പോൾ പല മുഖ്യമന്ത്രിമാരും നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വാണിംഗ് നൽകിയിട്ടുണ്ട്. അതിൽ പ്രമുഖനാണ് VS അച്യുതാനന്ദൻ. അദ്ദേഹം ലവ് ജിഹാദിനെ കുറിച്ചും PFIയെ കുറിച്ചും ഒരു ഇസ്ലാമിക രാഷ്ട്രം
ഉണ്ടാക്കി എടുക്കുക, മതരാഷ്ട്രം ഉണ്ടാക്കുക എന്ന ഇവരുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചൊക്കെ ശക്തമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. എ.കെ. ആന്റണി മാറാട് കലാപത്തിന് ശേഷം ഉമ്മൻചാണ്ടി പുറമേക്കൊന്നും പറഞ്ഞിട്ടില്ല. ഇസ്ലാമിക പ്രീണനം കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ഇസ്ലാമിക പ്രീണന നയവുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും പിന്നാമ്പുറത്ത് വെച്ച് അദ്ദേഹം 268 ആൾക്കാരെ കേരളത്തിൽ നിരീക്ഷിച്ചതിൽ 258 ആൾക്കാരും ലീഗിലും മുസ്ലിം സംഘടനകളിലും അദ്ദേഹത്തെ തന്നെ പിന്തുണച്ചിരുന്ന, ശ്രീമാൻ ഉമ്മൻചാണ്ടിയെ തന്നെ പിന്തുണച്ചിരുന്നവരെ രഹസ്യമായി നിരീക്ഷിക്കുന്നത് ബിജു സലീം എന്നൊരു സബ് ഇൻസ്പെക്ടർ, ക്രൈം ബ്രാഞ്ചിൽ വർക്ക് ചെയ്തിരുന്ന സബ് ഇൻസ്പെക്ടർ പുറമേ കൊണ്ടുവന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായത്. അത് തന്നെ നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഉമ്മൻചാണ്ടി എത്രമാത്രം ഇസ്ലാമിക സമുദായത്തെ ഭയപ്പെട്ടിരുന്നു, അതല്ലെങ്കിൽ സംശയിച്ചിരുന്നു എന്നാണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ബാക്കി പത്രം എന്നോണമാണ് ശ്രീമാൻ പിണറായി വിജയൻ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും തലപ്പത്തുള്ളവരും നമ്മളോട് നൽകുന്ന വിവരം. ഇതിലും മേലെയായിട്ട് ഇതിലും ഒരു സങ്കീർണം, ഇതിലും മേലെയുള്ള ഒരു വാണിംഗ് ഒരു മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അവർക്ക് കേരള പൊതുസമൂഹത്തോട് പറയാൻ പറ്റില്ല. അവർക്ക് വെട്ടിത്തുറന്ന് പറയാൻ പറ്റില്ല. നോക്കൂ, ആ സമുദായത്തിൽപ്പെട്ടവർ ഭീകരരാണെന്നോ അതല്ലെങ്കിൽ ആ സമുദായത്തെ സൂക്ഷിക്കണമെന്നോ ഒരു മുഖ്യമന്ത്രിക്ക് വന്ന് ഇരുന്ന് നമ്മുടെ മുമ്പിൽ പറയാൻ സാധിക്കില്ല. കാരണം ഈ 4 മുഖ്യമന്ത്രിമാരും നമുക്ക് നൽകിയിരിക്കുന്നത് വലിയൊരു വാണിംഗ് ആണ്. പ്രത്യേകിച്ച് ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തിന് നൽകിയിരിക്കുന്ന വാണിംഗ്. ഇനി തിരിച്ച് നമ്മൾ മെക് 7ലേക്ക് വരുമ്പോൾ എത്രമാത്രം നമുക്ക് അവരെ വിശ്വസിക്കാം? ഇതിനെ വെളുപ്പിച്ചെടുക്കാനും ന്യായീകരിച്ചെടുക്കാനൊക്കെ കുറേ അധികം വ്യക്തികൾ ഇപ്പോൾ പണിപ്പെടുന്നതായിട്ട് നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലും പ്രത്യേകിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ചാനലിലൊക്കെ ഇരുന്ന് ഇതിനെ ന്യായീകരിക്കുന്ന ഒരു പ്രവണത നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മെക് 7 എന്താണ് പി മോഹനൻ മാസ്റ്റർ ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? അദ്ദേഹം പിന്നീടുള്ള ദിവസങ്ങളിൽ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതായിട്ടും നമുക്ക് കാണാം. പ്രത്യേകമായിട്ട് രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം ഇതിൻ്റെ അടവ് നയം ഒരു പക്ഷേ നമ്മൾ സൂക്ഷിക്കേണ്ടത് ഹിന്ദു ക്രൈസ്തവ വോട്ട് നേടിയെടുത്ത്, കാരണം 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും 2026 കേരള നിയമസഭയിലേക്കുള്ള ഇലക്ഷനും അടുത്തിരിക്കെ ഉള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു അടവ് നയവും അതിനുശേഷം അവർ അവരുടെ നിലപാടുകൾ മാറ്റം വരുത്തുമോ എന്നുള്ളതാണ് നമ്മളെ എല്ലാവരെയും ആശങ്കപ്പെടുത്തുന്നത്. കാരണം ചരിത്രത്തിൽ പലപ്പോഴും കോൺഗ്രസും CPMഉം ഇങ്ങനെയുള്ള നിലപാടുകൾ പലപ്പോഴും ആവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് ഹൈന്ദവ ക്രൈസ്തവ സമൂഹത്തിന് അതിൻ്റേതായ രീതിയിലുള്ള ഒരു പ്രത്യാഘാതം ഉണ്ടായതായിട്ടും പലപ്പോഴും നമുക്ക് നമ്മളെല്ലാം അനുഭവിച്ചിട്ടുള്ളതാണ്. അപ്പോൾ മെക് 7 അത്ര ഇപ്പോൾ കാണിക്കുന്ന ആ ഒരു സൗമ്യതയും സാഹോദര്യവും വ്യായാമവും ഒക്കെ ഒരു പക്ഷേ ഒരു തയ്യാറെടുപ്പാണോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും സംശയിക്കേണ്ടിയിരുന്നു. കാരണം പി മോഹനൻ മാസ്റ്റർ പോലെ സർക്കാരിൽ അദ്ദേഹത്തിന് സ്ഥാനമാനം ഇല്ലെങ്കിലും ഭരിക്കുന്ന പാർട്ടിയിൽ ഉന്നതനായുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മളോട് ബോധവാന്മാരാക്കാൻ ശ്രമിച്ചതും. സിമ്മിക്ക് ശേഷം PFI, PFക്ക് ശേഷം എന്താണെന്നുള്ളത് നോക്കിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് ഇത് ഒരു താക്കീതായിട്ട് എടുക്കുക തന്നെ വേണം.